ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ കർഷകർക്ക് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ്. നമ്മുടെ ഈ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന നമ്മുടെ വിളകളുടെ നഷ്ടങ്ങൾ അത് നഷ്ടപരിഹാരം ഗവൺമെൻറ് തരുന്നതാണ്. അതിനുള്ള ചില പദ്ധതികളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെയും കാണുക. ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് PMFBY, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇത് കേന്ദ്ര സർക്കാരാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതിൽ നമ്മുടെ കാർഷിക വിളയും അതുപോലെ തന്നെ വാണിജ്യ വിളയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ പ്രകൃതിക്ഷോഭങ്ങളും അതുപോലെ രോഗബാധ, കീടങ്ങളുടെ ആക്രമണം ഇവ മൂലം ഉണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളും ഇൻഷുറൻസ് ലഭിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായൊരു പ്രീമിയമാണ് നമ്മൾ ഇതിലേക്ക് അടക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഇത് ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ആണ് ഇതിൻ്റെ ഓരോ വിലയെല്ലാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു പ്രദേശത്ത് അവിടെ ലഭിക്കേണ്ട ശരാശരി ഉൽപ്പാദനത്തേക്കാൾ കുറവാണ് ലഭിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് ആ പ്രദേശത്തുള്ള എല്ലാ ഇൻഷുറൻസ് എടുത്തു വരിക്കും അതിന് ശരിയായ രീതിയിലുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഉരുൾപൊട്ടൽ, ആലിപ്പഴം, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രാദേശിക ദുരന്തങ്ങൾ മൂലം വ്യക്തിഗതമായ നാശനഷ്ടം ഉണ്ടായാലും പരിരക്ഷ ഉറപ്പാക്കാം. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 72 മണിക്കൂറിനുള്ളിൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതായത് ബ്ലോക്ക് പഞ്ചായത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഏജൻസിയിലാണ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ആ ഏജൻസിയിലോ. അതിനുശേഷം അവരൊന്ന് പരിശോധന നടത്തും. അത് ശരിയായിട്ടുള്ളതാണോ എന്ന് കണ്ടെത്തിയതിന് ശേഷമായിരിക്കും നഷ്ടപരിഹാരം ഉറപ്പിക്കുക. ഇതിൽ നമ്മുടെ കേരളത്തിലുള്ളവർക്കാണ് ശരിക്കുള്ള നേട്ടം. ഈ സമയങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ആണല്ലോ ശരിക്കുള്ള പ്രോബ്ലംസ് ഉള്ളത്. അടിക്കടിയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, പ്രളയം, കടുത്ത വേനൽ, കടലാക്രമണം എന്നിവ മൂലമുണ്ടാകുന്ന വൻ കൃഷിനാശങ്ങൾ അതെല്ലാം ഇതിൽപ്പെടും. ഉദാഹരണത്തിന് ഇപ്പോൾ വയനാട്ടിലെ കള്ളാടിയിലുണ്ടായ ഒരു ചെറിയ ദുരന്തമില്ലേ, അതും ഇതിൽ നമുക്ക് കവറാകും. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾ വിളവെടുപ്പിന് ശേഷം പാടത്തോ പറമ്പിലൊക്കെ ഇത് ഉണക്കാനിടില്ലേ, ഈ നെല്ലും കാപ്പിയൊക്കെ, ആ സമയത്തുള്ള മഴയോ കാറ്റോ മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങളും ഇതിൽപ്പെടും. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ടത് പരമാവധി 2 ആഴ്ച വരെ മാത്രമാണ്. നമ്മുടെ കേരളത്തിൽ മെയിനായിട്ട് ഏതൊക്കെ വിളകളാണ് ഇതിൽ കവറാകുന്നതെന്ന് നോക്കാം. നെല്ല്, വാഴ, മരച്ചീനി അല്ലെങ്കിൽ കപ്പ, പച്ചക്കറികൾ, പടവലം, പാവൽ, പയർ, കുമ്പളം, മത്തൻ, വെള്ളരി, വെണ്ട, പച്ചമുളക്, ഇതൊക്കെ ഈ ഒരു പാക്കിൽ കവറാകുന്നതാണ് കേട്ടോ. ഈ നെല്ലിൻ്റെയും എണ്ണക്കരുക്കളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് തുകയുടെ 1.5% മുതൽ 2% വരെ മാത്രമേ ഇതിന് പ്രീമിയം ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിന്. അതുപോലെ തന്നെ വാഴയുടെയും കപ്പയുടെയൊക്കെ ഏകദേശം 5% വരെ ഉണ്ടോ നമ്മൾ അടക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോ വിഭവങ്ങളുടെയും റേറ്റ് പറയാം. നെല്ലിന് 6 രൂപ 40 പൈസ 1 സെൻറ്റിനാണ് കേട്ടോ. അതുപോലെ തന്നെ പച്ചക്കറികൾ 8 രൂപ, അതും സെൻറ്റിന് തന്നെ. മരച്ചീനി അഥവാ കപ്പ അത് 25 രൂപയാണ്, അതും 1 സെൻറ്റിനാണ്. വാഴയാണെങ്കിൽ 3 രൂപ 50 പൈസ 1 വാഴ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ജില്ലയിലെയും വിളകൾക്ക് ഉൽപ്പാദന ചെലവ് അനുസരിച്ചാണ് ഈ തുക നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് പല സ്ഥലങ്ങളിലും പല വിധത്തിലാണ് ഉൽപ്പാദനം ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മൊത്തം രാജ്യത്തിൻ്റെ എടുക്കുമ്പോഴത്തേക്കും കേരളത്തിലുള്ള ഉൽപ്പാദനമായിരിക്കില്ല മറ്റുള്ള സ്റ്റേറ്റുകളിലുള്ളത്. അപ്പോൾ അതനുസരിച്ചാണ് ഇത് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഒരു വർഷം ഉൽപ്പാദനം 1 സെൻറ്റിൽ നിന്ന് ഇത്ര ടണ്ണ്, അങ്ങനെയാണ് ഇതിന് കണക്ക് കൂട്ടുന്നത്. ഇതിൻ്റെ അപേക്ഷകൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് ബാങ്കുകളിൽ നിന്ന് കാർഷിക ലോണൊക്കെ എടുത്തവരാണെങ്കിൽ ഓൾറെഡി ബാങ്കുകാർ ഇത് എടുത്തിട്ടുണ്ടാകും. പക്ഷേ അതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ വിള ഇൻഷുറൻസ് ഇല്ലാണ്ടും നമുക്ക് ബാങ്ക് ലോൺ കിട്ടും. പിന്നെ നമ്മൾ അപേക്ഷിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ ആണ്. ഇല്ലെങ്കിൽ PMFBY പോർട്ടൽ വഴി നമുക്ക് അപേക്ഷിക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. PMFBY.gov.in എന്നാണ് ഈ അപേക്ഷിക്കേണ്ട പോർട്ടൽ. ഇത് നമ്മൾ അപേക്ഷിക്കുമ്പോൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കരുതണം കേട്ടോ. ഫസ്റ്റ് ഡോക്യുമെൻറ്റ് ആധാർ കാർഡ് തന്നെയാണ്. പിന്നെ ബാങ്ക് പാസ്ബുക്ക്, നികുതി റെസീറ്റ്, അതുപോലെ തന്നെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്, പിന്നെ കൃഷി ഓഫീസറിൽ നിന്ന് ലഭിച്ച വിള സാക്ഷ്യപത്രം. ഇപ്പോൾ പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അവർക്ക് പാട്ട കരാറ് അതിൻ്റെ പകർപ്പാണ് കേട്ടോ കൊടുക്കേണ്ടത്. നിശ്ചിത പ്രീമിയം തുക എന്നിവയാണ് ആവശ്യം.
ഇതിലിപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൊടുക്കുന്ന ഈ കൃഷിയുടെ വിസ്തീർണമില്ലേ, ആ സ്ഥലത്തിൻ്റെ കറക്റ്റ് വിസ്തീർണമായിരിക്കും കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ അപകടം നടന്ന് അല്ലെങ്കിൽ ഈ ദുരിതം നടന്ന് 72 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് കൃഷിഭവനിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇൻഷുറൻസ് ഓഫീസിലോ അറിയിക്കണം. ഇല്ലെങ്കിൽ ഇത് നഷ്ടപ്പെടുന്നതായിരിക്കും. അതൊന്നും നല്ലോണം ശ്രദ്ധിക്കണേ. ഇതിൻ്റെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, അത് 14447. ഈ നമ്പറിലാണ് ശരിക്കും വിളിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിനെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ കൃഷിഭവനിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറിനെയോ സമീപിച്ചാൽ മതി. ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവർ തരും. ഓക്കെ, എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഈ ചാനലിൽ ഇനിയും ലഭിക്കുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോകൾ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഏതാ വിഷയമാണെന്ന് പറഞ്ഞാൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.